കൂട്ടുകാരെ, നമ്മുടെ കൊച്ചി സിറ്റി പെർമിറ്റ് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത് ഏകദേശം 3000 വണ്ടികൾക്കാണ് കൊടുക്കണം. 1000 CNG വണ്ടിക്കും 2000 ഇലക്ട്രിക് വണ്ടിക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റ് കൊടുക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. ഇതിൻ്റെ പുറകിൽ ഒരു ചെറിയ സ്കാം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ടീം ഇത് ഒരു ബിസിനസ്സാക്കി എടുത്തിട്ട് അവരുടെ സെയിൽ കൂട്ടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1 ലക്ഷമെങ്കിലും CNG ഓട്ടോറിക്ഷ ഉണ്ട് നിലവിൽ. പിന്നെ ഇലക്ട്രിക് ആണെങ്കിലും ഒരു 10,000 മേലെ ഇലക്ട്രിക് ഓട്ടോയും നമ്മുടെ സിറ്റിയിലുണ്ടാവും, എറണാകുളം സിറ്റിയിലുണ്ടാവും. അപ്പോൾ സിറ്റി പെർമിറ്റ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 CNG വണ്ടികൾക്കും ബാക്കി 2000 ഇലക്ട്രിക് വണ്ടികൾക്കും ആട്ടോ കൊടുക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ സിറ്റിയിൽ ഈ കൊടുക്കാൻ പോണ പെർമിറ്റ് അലോട്ട് ചെയ്യണ പെർമിറ്റിനേലും ഒരുപാട് ഇരട്ടി CNG വണ്ടികളും അതേപോലെ തന്നെ ഒരുപാട് ഇരട്ടി ഇലക്ട്രിക് ഓട്ടോകളും നിലവിലുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പോൾ ചില ഓട്ടോറിക്ഷ കമ്പനികൾ അല്ലെങ്കിൽ ഡീലേഴ്സ്, ഏത് കമ്പനിയാണെന്നൊന്നും ഞാൻ പറയണില്ല, 2-3 കമ്പനിയുടെ ഞാൻ പരസ്യം കണ്ടായിരുന്നു. കൊച്ചി സിറ്റി പെർമിറ്റ് കൊടുക്കേണ്ടെന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് അവർ അവരുടെ കച്ചവടം കൂട്ടാൻ അല്ലെങ്കിൽ സെയിൽ കൂട്ടാനായിട്ട് നോക്കുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് പോയിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പെർമിറ്റ് കിട്ടണമെന്നില്ല. എൻ്റെ കൂട്ടുകാർ കഴിഞ്ഞ ആഴ്ച തന്നെ പെർമിറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻസൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ അവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആയിട്ടുണ്ടാവും. ഇനി വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഈ പരസ്യമൊക്കെ കണ്ട് വണ്ടി എടുത്തിട്ട് അവിടെ ചെന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നൊന്നുമില്ല പെർമിറ്റ്. ഈ പെർമിറ്റൊക്കെ ആഗ്രഹിച്ച് എല്ലായിടത്തും കിടന്ന് സിറ്റി കിടന്ന് ഓടാന്നൊക്കെ ഉള്ള ഒരു ഇതിൽ ആൾക്കാർ ഇതേപോലത്തെ പരസ്യമൊക്കെ കണ്ടിട്ട് പോയി വണ്ടി എടുക്കല്ലേ എന്നാട്ടെ എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ എടുക്കണമായിരുന്നു. പിന്നെ ആപ്ലിക്കേഷൻസൊക്കെ ആദ്യമേ കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും കിട്ടണത്. പിന്നെ കൊച്ചി സിറ്റി തന്നെ പെർമനൻറ്റ് അഡ്രസ്സുള്ള ആൾക്കാർക്ക് ആയിരിക്കും കേട്ടോ പെർമിറ്റ് കിട്ടണം. അല്ലാതെ വേറെ വല്ലയിടത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇവിടെ പെർമിറ്റ് കിട്ടുമെന്ന് ഓർത്ത് വേറെ വല്ല ജില്ലയിൽ ഉള്ള ആൾക്കാരൊക്കെ വണ്ടി എടുത്തിട്ട് ഇവിടെ പെർമിറ്റ് ഒന്നും കിട്ടാൻ പോകണില്ല കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് പറയാൻ വേണ്ടിയാണ്. ഇങ്ങനെ കുറേ ഫേക്ക് പരസ്യങ്ങളുണ്ട്, പെർമിറ്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിലൊന്നും വീഴാൻ നിൽക്കരുത്. അതിലൊക്കെ വീണ് കഴിഞ്ഞാൽ പെർമിറ്റ് ഒന്നും കിട്ടാൻ പോകണില്ല. ഏതെങ്കിലും എവിടെയെങ്കിലും ഉള്ള ഒരു പെർമിറ്റേ കിട്ടത്തുള്ളൂ. അതായത് കൊച്ചി സിറ്റി പെർമിറ്റ് ഒന്നും കിട്ടാൻ പോകണില്ല. ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷനൊക്കെ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി കേട്ടോ. ഈ ഒരു ചെറിയ സംഭവം നടക്കുന്നുണ്ട്. ഇങ്ങനെ പെർമിറ്റ് കൊടുക്കണത് അറിഞ്ഞിട്ട് അറിയാത്ത ആൾക്കാർ ചെന്ന് തിരിച്ചൊന്ന് വീഴും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മുടെ വീഡിയോനെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതേപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.